നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. 150 യോഗങ്ങൾ പൂർത്തിയാക്കി റവന്യൂ സെക്രട്ടേറിയറ്റ്. കേരളത്തെ ഭൂപ്രശ്നങ്ങളില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുക ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സർവേയും ഭൂരേഖയും വകുപ്പ് ആവിഷ്കരിക്കേണ്ട നൂതന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് വിഷൻ 2031. ഭൂരഹിതരില്ലാത്ത കേരളം സാക്ഷാത്കരിക്കുക ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൊല്ലം ജില്ലയിൽ 3 സ്മാർട്ട് വില്ലേജുകളുടെയും ചാത്തന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ 3ാം നിലയും റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജസ്വലതയും പുതിയ കാഴ്ചപ്പാടും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഭരണ ചുമതലയേറ്റ ഉടൻ റവന്യൂ മന്ത്രി കെ രാജൻ രൂപം നൽകിയ റവന്യൂ സെക്രട്ടേറിയറ്റ് ഒക്ടോബർ 14 150 യോഗങ്ങൾ പൂർത്തിയാക്കി. മന്ത്രിസഭാ യോഗത്തിന്റെ മാതൃകയിൽ സ്ഥിരമായി എല്ലാ ആഴ്ചയും കൂടുന്ന റവന്യൂ സെക്രട്ടേറിയറ്റ് മുണ്ടക്കൈ ചൂരൽമല പോലുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ ഘട്ടങ്ങളിൽ മാത്രമാണ് തുടർച്ചയായി മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ളത്. 2021 ജൂലൈ 7 ആദ്യ റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ഇതുവരെ 366 അജണ്ടകൾ യോഗത്തിന്റെ പരിധിയിൽ വന്നു. അതിൽ 306 അജണ്ടകൾ തീർപ്പാക്കി. 27 വിഷയങ്ങളിൽ നടപടി തുടരുകയാണ്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ചുമതല വഹിക്കുന്ന വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും മേധാവികൾ ഉൾക്കൊള്ളുന്നതാണ് റവന്യൂ സെക്രട്ടേറിയറ്റ്. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ലാൻഡ് ബോർഡ് സെക്രട്ടറി, ഹൗസിംഗ് കമ്മീഷണർ, സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ഡയറക്ടർ എന്നിവർ അടങ്ങുന്നതാണ് റവന്യൂ സെക്രട്ടേറിയറ്റ് സംവിധാനം. കേരളത്തെ 2031 ഭൂപ്രശ്നങ്ങളില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. വിഷൻ 2031 ഭാഗമായി സർവേയും ഭൂരേഖയും വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാർ കളമശ്ശേരി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഹബിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്തെ 1666 വില്ലേജുകളിലും ഓരോ സർവേയർമാർ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സർവേയും ഭൂരേഖയും വകുപ്പിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ രൂപീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടന്ന സെമിനാറിൽ കേരളത്തിലെ ഭൂരേഖാ ഭരണ നിർവഹണത്തിലെ ആധുനികവൽക്കരണം, ദർശനവും തന്ത്രപരമായ കർമ്മരേഖയും എന്ന വിഷയം മന്ത്രി അവതരിപ്പിച്ചു. ഐക്യ കേരളത്തിന് മുമ്പുള്ള സെറ്റിൽമെന്റ് പ്രഖ്യാപനം മുതൽ ഡിജിറ്റൽ സർവേ വരെ എത്തി നിൽക്കുന്ന കേരളത്തിന്റെ ഭൂവിനിയോഗ പരിപാലനത്തിന്റെ ചരിത്രം അദ്ദേഹം വിശദീകരിച്ചു. ഭൂമിക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടന്ന നാടാണ് കേരളം. മരിച്ചാൽ കുഴിച്ചിടാൻ പോലും 6 അടി മണ്ണ് സ്വന്തമല്ലാത്ത ഒരു ജനത ജീവിച്ച കാലം ഉണ്ടായിരുന്നു. ആദ്യത്തെ ജനാധിപത്യ സർക്കാർ കേരളത്തിൽ വന്നതോടെ നിയമത്തിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി. കേരളത്തിന്റെ മാതൃകയിൽ മറ്റു പല സംസ്ഥാനങ്ങളും ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയകരമായില്ല. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഭൂപരിഷ്കരണ നിയമം കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഭൂപരിഷ്കരണ നിയമത്തിന് നേതൃത്വം നൽകിയ കേരളം തന്നെയാണ് ഭൂപരിപാലനത്തിന്റെ ആധുനികവൽക്കരണവും മുന്നോട്ട് വച്ചത് എന്നുള്ളത് അഭിമാനകരമായ വസ്തുതയാണ്. കേരളം ആഗ്രഹിക്കുന്നത് 2031 കേരളത്തിലെ ഭൂരേഖകൾ ഏറ്റവും കൃത്യമാക്കുന്ന ഒരു കൺക്ലൂസീവ് ടൈറ്റിലാണ്. ഭൂമിക്ക് പരമ്പരാഗത രേഖകൾ അടിസ്ഥാനമാക്കിയുള്ള ഉടമസ്ഥാവകാശത്തിൽ നിന്നും സർക്കാർ ഉറപ്പു നൽകുന്ന അന്തിമമായ ഉടമസ്ഥാവകാശമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇനിയൊരു റീസർവേ ഉണ്ടാകാത്ത വിധത്തിൽ കേരളത്തെ രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഡിജിറ്റൽ സർവേയിലൂടെ നടപ്പാക്കുന്നത്. കൈവശാവകാശങ്ങൾ സുരക്ഷിതമാക്കാൻ ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനത്തിലുള്ള വൺ ടൈറ്റിൽ വൺ ട്രൂത്ത് സംവിധാനത്തിലൂടെ ഭൂമിയുടെ ഉടമസ്ഥത, ക്രയവിക്രയം, പാരമ്പര്യ ഭൂമി കൈമാറ്റ രജിസ്ട്രേഷൻ, പോക്കുവരവ് തുടങ്ങിയ എല്ലാ ഇടപാടുകളും ഡിജിറ്റലായി രേഖപ്പെടുത്തും. ഇതിലൂടെ നടപടിക്രമങ്ങൾ ജനങ്ങൾക്കും അധികൃതർക്കും സുതാര്യമായി കാണാൻ കഴിയും. ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനത്തിൽ രേഖകൾ നിലനിൽക്കുമ്പോൾ ആരുടെ ഭൂമിയാണ്, എവിടെയാണ് അതിർത്തി, എപ്പോഴാണ് കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ തത്സമയം സ്ഥിരീകരിക്കാനാവും. ദീർഘകാലമായി പ്രമാണപ്രകാരമുള്ള ഭൂമിയോടൊപ്പം ചേർന്ന് കൈവശക്കാരന് അനുഭവിച്ചു വരുന്ന അധിക ഭൂമി കൂടി ക്രമീകരിച്ച് നൽകുന്നതിനുള്ള സെറ്റിൽമെന്റ് നിയമം നിയമസഭ പാസാക്കി. അതിർത്തി തർക്കങ്ങൾ ഇല്ലാത്ത ഒരു ഡിജിറ്റൽ വേലിയായി മാറുന്ന റീസർവേ രേഖകൾ സംസ്ഥാന വികസനത്തിനും പ്രയോജനപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു.
ചടങ്ങിൽ റവന്യൂ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം അധ്യക്ഷനായി. സർവേ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, ജില്ലാ കളക്ടർ G പ്രിയങ്ക, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി CEO രാഹുൽ കൃഷ്ണ ശർമ്മ, റവന്യൂ ഡെപ്യൂട്ടി സെക്രട്ടറി അനു S നായർ, കളമശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൽമ അബൂബക്കർ, അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. എൻ്റെ ഭൂമി ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സംവിധാനത്തിന് വലിയ സാധ്യതയാണുള്ളതെന്ന് സർവേയും ഭൂരേഖയും വകുപ്പിന്റെ വിഷൻ 2031 സെമിനാറിന്റെ ഭാഗമായി നടന്ന പാനൽ ചർച്ചയിൽ വിലയിരുത്തി. ഫ്രം ഡിജിറ്റൽ സർവേ ടു കൺക്ലൂസീവ് ടൈറ്റിൽ ബിൽഡിംഗ്, ട്രാൻസ്പാരന്റ് ആൻഡ് സെക്യൂർ ലാൻഡ് സിസ്റ്റം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പാനൽ ചർച്ചയിലാണ് ഈ അഭിപ്രായങ്ങൾ ഉയർന്നത്. ഇതിനോടകം തന്നെ എൻ്റെ ഭൂമി ഇൻ്റഗ്രേറ്റഡ് സംവിധാനം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടുണ്ടെന്നും ഉടമസ്ഥത സംബന്ധിച്ച വിവരങ്ങളുടെ സുരക്ഷിതത്വവും തത്സമയവുമായ പുതുക്കലുകൾ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ IG K മീര പറഞ്ഞു. കേരളത്തിന്റെ ഭൂപ്രശ്നങ്ങൾക്ക് സ്ഥായിയായ ഒരു പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ ഭൂമി പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ കഡസ്ട്രൽ നിർമ്മാണം, പിഴവുകളില്ലാത്ത സംവിധാനം ഉറപ്പാക്കൽ എന്ന വിഷയത്തിൽ സർവേ ഓഫ് ഇന്ത്യ അഡീഷണൽ സർവേയർ ജനറൽ PV രാജശേഖർ സംസാരിച്ചു. ഭൂതർക്കങ്ങൾ സമയബന്ധിതമായി തീർപ്പാക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് എന്നതിൽ ഊന്നിയാണ് ILDM ഡയറക്ടറും റവന്യൂ ഡെപ്യൂട്ടി സെക്രട്ടറിയുമായ അനു S നായർ പാനൽ ചർച്ചയിൽ സംസാരിച്ചത്. ഭൂമി സംബന്ധമായി പൊതുവെ ഉയർന്നുവരുന്ന പ്രശ്നങ്ങളും തർക്കങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. ഡിജിറ്റൽ സർവേ ഡാറ്റയുടെ പിൻബലത്തിൽ നിയമപരമായി ഭൂമി ടൈറ്റിലുകൾ നൽകൽ എന്ന കാര്യത്തിൽ അധിഷ്ഠിതമായാണ് പ്രശസ്ത പരിസ്ഥിതി നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചർച്ചയിൽ സംസാരിച്ചത്. ഡിജിറ്റൽ സർവേ കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഉയർന്നു വന്നേക്കാവുന്ന വെല്ലുവിളികളെ പറ്റിയും അദ്ദേഹം വിശദീകരിച്ചു. സർവേ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു ചർച്ചയിൽ മോഡറേറ്റർ ആയിരുന്നു. ഭാവി കേരളത്തെ കെട്ടിപ്പടുക്കാൻ സർവേയും ഭൂരേഖയും വകുപ്പ് ആവിഷ്കരിക്കേണ്ട നൂതന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത വിഷൻ 2031 സെമിനാർ, സമഗ്ര ഭൂവിവര ലഭ്യതയും സുസ്ഥിര നിക്ഷേപ സാഹചര്യങ്ങളും എന്ന പാനൽ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. സർവേ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവുവിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പ്ലാനിംഗ് ബോർഡ് അംഗം പ്രൊഫസർ ജിജു P അലക്സ്, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി CEO രാഹുൽ കൃഷ്ണ ശർമ്മ, ICFOS ഡയറക്ടർ ഡോക്ടർ TT സുനിൽ, കുഫോസ് റിമോട്ട് സെൻസിംഗ് ആൻഡ് GIS മേധാവി പ്രൊഫസർ ഗിരീഷ് ഗോപിനാഥ് എന്നിവർ വിഷയാവതരണം നടത്തി. ഡിജിറ്റൽ റീസർവേ പൂർണ്ണമാകുന്നതോടെ വലിയൊരു വിവരവ്യൂഹം സൃഷ്ടിക്കാനാകുമെന്നും ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പേരിലുള്ള ഭൂമിയെ അവരുടെ സ്വത്ത് എന്നതിലുപരി സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ വിഭവ സ്രോതസ്സായി കാണണമെന്നും കേരളത്തിന്റെ സാമ്പത്തികത്തിന് ഉതകുന്ന തരത്തിലുള്ള ആസൂത്രണ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഇത് മാറുമെന്നും ജിജു P അലക്സ് അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ 4D ഡിജിറ്റൽ ട്വിൻ ഭാവിക്കായുള്ള ഡാറ്റ അധിഷ്ഠിത കാഴ്ചപ്പാട് നിരീക്ഷണ സംവിധാനം ആസൂത്രണം എന്ന വിഷയം രാഹുൽ കൃഷ്ണ ശർമ്മ അവതരിപ്പിച്ചു. നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കണ്ടെത്തുന്നതിൽ ഡ്രോൺ സർവേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ജിയോ സോഷ്യൽ ഇന്റലിജൻസ് വഴി കേരളത്തിന്റെ അതിജീവന ശേഷി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ദുരന്ത സാധ്യതാ മാപ്പിംഗ് പ്രതികരണം എന്നിവയെക്കുറിച്ചും പ്രൊഫസർ ഗിരീഷ് ഗോപിനാഥും സംസാരിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സാറ്റലൈറ്റ് എന്നിവയുടെ സഹായത്തോടെ തയ്യാറാക്കുന്ന മാപ്പുകൾ വഴി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏകീകൃത ഡാറ്റ എക്കോസിസ്റ്റത്തെക്കുറിച്ച് ഡോക്ടർ T സുനിൽ സംസാരിച്ചു. പൗരന്മാരെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഭരണകൂടത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. ഇവയെ ഏകീകരിക്കുന്നത് വഴി മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരഹിതരില്ലാത്ത കേരളം സാക്ഷാത്കരിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി റവന്യൂ വകുപ്പ് മുന്നേറുകയാണെന്ന് മന്ത്രി K രാജൻ. അങ്കമാലി നിയോജക മണ്ഡലത്തിലെ അയ്യമ്പുഴ അമലാപുരം സെന്റ് ജോസഫ് ചർച്ച് പാരിഷിൽ നടന്ന പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 9 വർഷത്തിനിടെ 4 ലക്ഷത്തിലേറെ പേരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചു. ഭൂരഹിതർക്കായി ഒരുക്കിയ പട്ടയ മിഷൻ കേരളത്തിന്റെ ചരിത്രത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. തലമുറകളായി ഭൂമിയിൽ താമസിച്ചിട്ടും അവകാശം ലഭിക്കാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അവകാശരേഖ ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ റീസർവേ മുഖേന ഭൂ ഉടമകൾക്ക് വ്യക്തമായ അതിരടയാളങ്ങൾ ഒരുക്കുവാനുള്ള പദ്ധതി അന്തിമഘട്ടത്തിലാണ്. നിയമങ്ങളും ചട്ടങ്ങളും പൊതുജനങ്ങളുടെ അവകാശങ്ങൾക്ക് തടസ്സമാകുന്ന സാഹചര്യങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സർക്കാർ മടി കാണിക്കാറില്ല.
പട്ടയം ലഭിക്കാനുള്ള വരുമാന പരിധി 1 ലക്ഷം രൂപ എന്നുള്ളത് 2.5 ലക്ഷം രൂപയായി ഉയർത്താനുള്ള നടപടികൾ നടന്നുവരികയാണ്. ഇതിലൂടെ അർഹരായ കൂടുതൽ കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പാണ്ടുപാറ നിവാസികളായ 71 കുടുംബങ്ങൾക്കാണ് ചടങ്ങിൽ പട്ടയം വിതരണം ചെയ്തത്. കഴിഞ്ഞ 50 വർഷമായി പട്ടയം ലഭിക്കുന്നതിൽ ഇവർക്ക് തടസ്സങ്ങൾ നേരിട്ടു വരികയായിരുന്നു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ തങ്കച്ചൻ അധ്യക്ഷനായി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അനുമോൾ ബേബി, അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PU ജോമോൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ഫ്രാൻസിസ്, പാണ്ടുപാറ വാർഡ് മെമ്പർ MM ഷൈജു, പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ കളക്ടർ G പ്രിയങ്ക, സബ് കളക്ടർ ഗ്രന്ഥസായി കൃഷ്ണ, ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വിനോദ് രാജ്, LR ഡെപ്യൂട്ടി കളക്ടർ സുനിത ജേക്കബ്, ഡെപ്യൂട്ടി കളക്ടർ സുനിൽ മാത്യു, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പങ്കെടുത്തു. കേരളത്തിൽ പട്ടയ മിഷനിലൂടെ 4.050 ലക്ഷം പേരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ പറഞ്ഞു. ചാത്തന്നൂർ മണ്ഡലത്തിൽ 2 കോടി രൂപ ചെലവഴിച്ച് ചാത്തന്നൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നിർമ്മിച്ച 3ാം നിലയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ GS ജയലാൽ MLA അധ്യക്ഷനായി. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ചന്ദ്രകുമാർ, വൈസ് പ്രസിഡന്റ് മഹേശ്വരി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ADM G നിർമ്മൽ കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കല്ലുവാതുക്കൽ സ്മാർട്ട് വില്ലേജിന്റെ ഉദ്ഘാടനവും മറ്റൊരു ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. GS ജയലാൽ MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ശാന്തിനി, വൈസ് പ്രസിഡന്റ് പ്രതീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം A ആശാദേവി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ADM G നിർമ്മൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുനലൂർ നിയോജക മണ്ഡലത്തിലെ അറക്കൽ സ്മാർട്ട് വില്ലേജിന്റെയും ഏരൂർ സ്മാർട്ട് വില്ലേജിന്റെയും ഉദ്ഘാടനവും റവന്യൂ മന്ത്രി K രാജൻ വ്യത്യസ്ത ചടങ്ങുകളിൽ നിർവഹിച്ചു. അരിപ്പയിലെ ഭൂസമരത്തിന് പരിഹാരമായി അവർക്ക് ഉടനെ തന്നെ പട്ടയം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങുകളിൽ PS സുപാൽ MLA അധ്യക്ഷനായിരുന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ജോസ്, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് GS അജയകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ K അജിതകുമാരി, AM റാഫി, ഷൈനി സജീവ്, ADM G നിർമ്മൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.